അടുത്തതായി വേദിയിലെ ഇരിക്കേണ്ട ആളുകളുടെ പേരുകളാണ്. അത് സ്വന്തം നമ്മുടെ തന്നെ ജസീന, ഷാഹിന, പ്രസിഡന്റ് ഹൈദ്രോസ് ഭായ്, പ്രസിഡന്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്ന ഹെഡ് സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ് ടീമിനെ ക്ഷണിക്കുന്നത്. ബഷീർ, ഇബ്രുക്ക, ഷാഹിദ്, അജയൻ, അഭിനി, ഞങ്ങൾ സ്വന്തം നമുക്ക് ഇത്രയും വലുതായിട്ട് ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്ക് നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സ്വാഗതം പറഞ്ഞ ജസീന, നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥി പറയുകയുണ്ടായി. അതിൽ 2 വർഷങ്ങളിൽ ഇതിൽ നല്ല രീതിയിൽ കഴിയട്ടെ എന്ന് ദൈവത്തിന് അത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം വെച്ചുകൊണ്ട് നന്ദി. സാറിനെ ക്ഷണിക്കുന്നു. ഇത് നൽകുന്നത് ഗ്രൂപ്പ് പ്രസിഡന്റ് ശ്രീ ഹൈദ്രോസ് ജി, പ്രസിഡന്റ് സാജൻ നിർവഹിച്ചിരിക്കുന്നു. താങ്ക് യു ജി. അനുമതി കൊടുക്കണം നിങ്ങൾ. നമസ്കാരം. എനിക്ക് വളരെ സന്തോഷമായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ പഠിച്ച നമ്മുടെ നാടിന്റെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് 85ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കാൻ പറയുമ്പോൾ അടുത്തപ്പോൾ ചോദിച്ചു, ഒരു കുട്ടിയുടെ സ്കൂളിലേക്ക് വരാൻ മടിയുണ്ടോ അതോ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി PTA പ്രസിഡന്റ് ഹരിബൈ തിരിച്ച് ഈ വേദിയിൽ വലിയ സന്തോഷമാണ്. നമ്മുടെ സ്കൂളിലെ പാവപ്പെട്ട എങ്കിലും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുപാട് കാലമായി നമ്മുടെ സ്കൂളിനെ ഏതൊക്കെ തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ള ഗഹനമായ ചിന്തയിലായിരുന്നു അവരുടെ ഗ്രൂപ്പ്. അപ്പോ ഇത് അവരുടെ ഒരു തുടക്കം മാത്രമാണെന്ന് ഇതിന്റെ മുമ്പത്തെ കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരുപാട് ആളുകൾക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള പരിഭവം അവർ കണ്ടപ്പോൾ അറിയിച്ചിരുന്നു. ഇനി നമ്മുടെ ജൂൺ അവർക്കും ഒത്തിരി സന്തോഷം അറിയിക്കുന്നു. അതുപോലെ ഇനിയും ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് നല്ല മനസ്സ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സങ്കടമാണ് വരുന്നത് ആദ്യം. കാരണം ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലെ, ഞാൻ പഠിപ്പിച്ചവരാണ്. അവരുടെ മക്കളെ പഠിപ്പിക്കാനും കൂടി എനിക്കൊരു ചാൻസ് കിട്ടി. അപ്പോ എന്തായാലും ഞാൻ പഠിപ്പിച്ച കുട്ടികളും ഇവിടെ ഇരിക്കുന്നുണ്ട്, പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ സ്റ്റേജിലും ഇരിക്കുന്നുണ്ട്. അപ്പോ എത്രയും നമ്മുടെ മാങ്ങോട്ട് സ്കൂളിനെ വളർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. റിട്ടയർ ആവുമ്പോ ഈ മുറ്റത്ത് കിടക്കുന്ന, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണ് പറയുന്നത്. ഈ മുറ്റത്ത് കിടക്കുന്ന, ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്, രണ്ടുണ്ട്. ഞങ്ങള് പരമാവധി, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞങ്ങള് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെയാണ് കുട്ടികളെ വളർത്തുന്നത്. മനസ്സിലായ? ഞങ്ങളുടെ മക്കളെക്കാട്ടും കൂടുതൽ നിങ്ങളുടെ മക്കളുടെ കൂടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ടീച്ചർമാരും സ്വന്തം മക്കളെ പോലെയാണ്, സ്വന്തം മക്കളെ പോലെയല്ല, അതിലും കൂടുതൽ കെയർ ചെയ്തിട്ടാണ് മക്കളെ നോക്കുന്നത്. അറിയാലോ? അപ്പൊ
നിങ്ങളുടെ മക്കൾക്ക് ഒരു കുഴപ്പമുണ്ടാവും പറഞ്ഞാലും ആ സമയം വാക്കുകൾ പറയാനായിട്ട് ഈ വേദിയിലേക്ക് എത്തുന്നത് ഞാൻ ക്ഷണിക്കുന്നു. ഹെഡ് സുധീർ. പിന്നെ ഇങ്ങോട്ടാണ് എൻ്റെ നമ്മളിൻ്റെ പടവത്തിലുള്ള തലവും ആ തലയാമാറ്റത്തിൻ്റെ ഞാൻ സ്കൂളിൽ 6ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. 8ാം പിന്നെ ട്രാൻസ്പോർട്ടിലാണ് പഠിച്ച് പിന്നെ അവിടെ ആസാദിക്കാക്കിയത് നല്ലൊരു ഞാൻ തെറ്റുമുട്ടിട്ടില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത അധ്യക്ഷന്റെ ഉപസംഹാര പ്രസംഗം അപ്പൊ ഉയർന്ന ആളുകളാണ് ഒന്നിച്ചിരി ബലമൊക്കെ പിടിച്ച് ഇഷ്ടികരുടെ കക്ഷത്ത് വെച്ചിട്ട് ഇച്ചിരി ബലത്തിലിരിക്കുന്നതായിരുന്നു എനിക്ക് ഇഷ്ടം. അപ്പൊ ഞാൻ കളികൾക്കിടയിൽ കയറി വരാൻ പതുക്കെ പതുക്കെ ഞാനൊന്ന് എത്തി നോക്കിക്കൊണ്ടാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത്. പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴാണ് മറ്റു പല ഗ്രൂപ്പുകളിൽ ഞാൻ എല്ലാ കുട്ടികൾക്കും ബാഗും കുടയും മറ്റ് പഠനോപകരണങ്ങളും കിട്ടുമ്പോൾ എന്റെ മകനെ 1000-2000 രൂപ ചെലവിൽ ഈ സാധനങ്ങളിൽ എത്തിച്ചു കൊടുക്കും എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളുടെ മനസ്സ് കാണാൻ ചെയർമാനടക്കമുള്ള ഗംഭീരടക്കമുള്ള മഹാസംഘം 2ാമത് അപ്പുറത്തെ ഹോളിൽ വരാൻ പോകുന്നത്. അതിന് മുന്നോടിയായി നാം ഒരു സാമൂഹിക നന്മ ചെയ്യ കയ്യൊപ്പിട്ട നമ്മുടെ കയ്യൊപ്പ് ചേർത്ത ഈ പഠനോപകരണങ്ങൾ കൊടുക്കണം എന്ന വാശിപ്പുറത്ത് സ്കൂളിലെ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ടെങ്കിൽ പോലും സ്കൂളിൽ ഷക്കീർ വന്ന് പ്രസംഗിക്കുന്നത് ഞാനിവിടെ കേട്ടു. ഷക്കീർ വന്നില്ലേ ശരിക്കും നമ്മുടെ പ്രോഗ്രാമിൽ അവർ വന്ന് സംസാരിച്ചപ്പോ അവർ പറഞ്ഞത് എന്താണെന്ന് പറയാം, അദ്ദേഹം നിങ്ങള് പൂർവ്വ വിദ്യാർത്ഥികളെ കൂടെ നിർത്തിയാൽ ഗുണമുണ്ടാകും എന്ന് ആരോട് പറഞ്ഞിട്ട് പോയി സ്കൂളിലെ ടീച്ചറടക്കമുള്ള ഈ ടീച്ചറടക്കമുള്ള എല്ലാവരോടും പറയുന്നത് ഞാൻ പുറത്തു നിന്ന് കേൾക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ടീച്ചർമാരും മാനേജ്മെന്റൊക്കെ ഞങ്ങളെ ഒരുപാട് ആർദ്രമായി സ്വാഗതം ചെയ്ത് സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിക്കുമെന്ന്. പക്ഷെ അവർ ഒരുപാട് തിരക്കിൽ പെട്ടുപോയി. അവരുടെ തിരക്കുകൾക്കിടയിൽ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഈ സമുദായത്തെ, ഈ സംഘടനയെ, ഈ ഒരു കൂട്ടായ്മയുള്ളവരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. PTA ഞങ്ങൾ ചെറുതായിട്ടൊന്നും നടത്തില്ല, ഞങ്ങൾ അവഗണിക്കപ്പെട്ടില്ലേ ചെറുതായിട്ട് അത് സംഭവിച്ചത്. ആ വേദനകളൊക്കെ ഞങ്ങൾ മനസ്സിലുള്ളിലുണ്ട്. വ്യാഗതി എപ്പോഴും പറയും ഒന്നും പറയരുത് അവരോട് അങ്ങനെ വിഷമങ്ങൾ പറയാൻ പാടില്ല. നമ്മുടെ പ്രോഗ്രാം ഉപകാരം ചെയ്യുന്നതിന് ആദ്യം നന്ദി പറയുന്നു. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. വരും കാലങ്ങളിൽ ഇനിയുള്ള കാലങ്ങളിൽ ഞങ്ങളുടെ സ്കൂളിലെ ഞങ്ങളുടെ മക്കളെ ഇപ്പൊക്കെയുള്ളവരുണ്ട്, ഇനിയും ചാട്ടാത്തവരുണ്ട്. അത് ഞങ്ങളുടെ സ്കൂളിലൊക്കെ ചേർത്തി പഠിപ്പിക്കണമെന്നൊരു അപേക്ഷ വിളിക്കുകയാണ് ഞാനിവിടെ. ഞങ്ങളുടെ സ്കൂളിനെ നമ്മുടെ സ്കൂളല്ല നമ്മുടെ സ്കൂള് ഇനിയും കാലങ്ങളിൽ അവിടെ നിലനിൽക്കണമെങ്കിൽ നിങ്ങളെല്ലാവരുടെയും ഇപ്പൊ ഞാൻ ചേർക്കാൻ പറഞ്ഞിട്ടില്ല കുട്ടീനെ. UKG LKG കുട്ടികളുടെ ബാഗുകൾ കളക്ട് ചെയ്ത് വരുന്നുണ്ട്. അവർ കുറച്ചു നേരം അവരുടെ മാതാപിതാക്കളുടെ കൂടെ ഇരിക്കട്ടെ. 1ാം ക്ലാസ്സിലെ കുട്ടിക്കാണ് പഠനോപകരണം നൽകുന്നത്. പേര് മുഹമ്മദ് ജാസിയത്ത് മുഹമ്മദ് ജാസിയത്ത്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പഠനോപകരണം നൽകുമ്പോൾ എന്താണ് പറഞ്ഞത് വ്യക്തമായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്തോ സങ്കടപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അവര് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇനി എല്ലാവരുടെയും പേരുകൾ വിളിക്കുന്നതാണ്. അവർക്ക് ഈ ചടങ്ങുകൾ കൊടുക്കാൻ ഉപകരണങ്ങൾ വാങ്ങിക്കാനുള്ളവർക്കും ഈ വേദിയിൽ വന്ന് ഞങ്ങളെ ധന്യമാക്കി സംസാരിച്ചവർക്ക് എല്ലാവർക്കും വോട്ട് ഓഫ് താങ്ക്സ്, കൃതജ്ഞത, നന്ദി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി സുബൈർ തുണയിൽ നിന്ന് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഷമീർ ഉദ്ഘാടനം ചെയ്ത് ആരോഗ്യത്തിലേക്ക് പറയുന്നത് നമ്മൾ ഈ പിഞ്ചു മക്കൾക്ക് കൊടുക്കുന്ന പഠനോപകരണങ്ങൾ
പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉള്ള ഒരു വ്യത്യാസം ഇല്ലാത്ത രീതിയിലാണ് ഒരു രീതിയിലും അത് പറയാൻ പാടില്ല. ഒന്ന് രണ്ട് ആൾക്കാരത് പറഞ്ഞത് വല്ലാതെ വേദനപ്പെട്ട് ഏറ്റവും പാവപ്പെട്ടവരാണ് ഞാൻ. പാവപ്പെട്ടവരുടെ കണക്ക് നോക്കുന്നത് നിങ്ങൾ നോക്കിയാൽ തീരില്ല. ഒരു വാക്ക് ഞാൻ നിങ്ങൾ എല്ലാവരും സാക്ഷി നോക്കി പറയാൻ ഉദ്ദേശിക്കുന്നു. പഠിക്കാൻ താല്പര്യമുള്ള ഏത് കുട്ടികൾക്കും രഹസ്യമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിദ്യാർത്ഥി ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ എല്ലാ സൗകര്യവും ചെയ്യുന്ന കാര്യങ്ങൾ ഉറപ്പ് നൽകുന്നത് ഈ വേദി. പിന്നെ നന്ദി അറിയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് കൂടുതൽ കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും എനിക്ക് കൂടുതൽ പേടിയായിരുന്നു. നന്ദി കുറച്ച് കഴിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഞാനെന്താ പറയാ, അടുത്ത ജൂൺ പഠിക്കാറുണ്ട്. ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് ഇവിടെ. അപ്പോ ഇതൊന്നല്ല കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങളോട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടുള്ളത്. ആരും പേര് വന്നിട്ടുണ്ടോ? അടുത്ത ആള് ടീച്ചർ ഓക്കെ താങ്ക് യു. നമുക്കൊരു നിർദ്ദേശം കൂടി തന്നുകൊണ്ട് ക്ലാസ് നിർത്തിയിട്ടുണ്ട്. അടുത്ത